സുനിൽ ഏട്ടനോട് നമുക്കൊന്ന് സംസാരിക്കാം. ചേട്ടാ, നിങ്ങളുടെ വീടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ആ ചൂരൽമലയിലെ കൺട്രോൾ റൂമിലൊക്കെ നിങ്ങൾ വന്ന് നിൽക്കുന്നത് കണ്ടു. വീട്ടിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? വീട്ടില് അമ്മയും പിന്നെ മൂത്ത ചേച്ചിയുടെ മോളും മൂത്ത ഏട്ടനും ആണ് ഇവിടെ ഉണ്ടായത്. മൂത്ത ഏട്ടൻ അന്ന് വന്നതാണ് അമ്മനെ കൂട്ടാൻ. ഏട്ടനെ അത്രയും ദിവസം റിസോർട്ടിലായിരുന്നു പുള്ളി. അപ്പോൾ അന്ന് വന്നിട്ട് എങ്ങനെങ്കിലും കൂട്ടിയിട്ട് വരണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നിട്ട് ഏട്ടൻ തലേ ദിവസം അവിടെ പൊട്ടിയപ്പാടൊക്കെ പോയി കണ്ടിട്ട് അത്ര വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ഇവിടെ നിന്ന് പോയതാണ്. അപ്പോൾ വരാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വന്നില്ല. പിന്നെ അമ്മേനെ എല്ലാവരും വിളിച്ചു, മക്കളും ഞങ്ങളും അവൻ എല്ലാവരും വിളിച്ചപ്പോൾ അമ്മയും ജലദോഷമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു, അത് പ്രശ്നമല്ല, അമ്മ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ വരാൻ വേണ്ടി നിന്നതായിരുന്നു. അതിന്റെ തലേന്ന് എനിക്ക് ഭയങ്കര വയറിളക്കം ഇതൊക്കെ ആയിട്ട് എനിക്ക് ഹോസ്പിറ്റലായിട്ട് ആകെ പ്രശ്നമായതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ അന്ന് വന്നിട്ടുണ്ടാവും. ഞങ്ങളുടെ സമയദോഷം കാരണം അന്ന് ആ വയറിളക്കം വന്നതുകൊണ്ട് എൻ്റെ അമ്മ പോയി. അത് എന്താ പറയാ, എല്ലാം പോയി. പിന്നെ ചേച്ചിന്റെ വീട് തൊട്ട മേലെയാണ്. അവരന്ന് 10 മണിക്ക് ഇങ്ങോട്ട് വരാൻ നിന്നതാ. നല്ല മഴ കൂടിയതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ നിന്നതാ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരും കൂടി പോയി. ഈ പ്രദേശത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു? ഇപ്പൊ അവരുണ്ടെങ്കിൽ ഇവിടെ തന്നെ തങ്ങി നിൽക്കുമോ, അത് ഒലിച്ചു പോകാൻ വല്ല സാധ്യതയുണ്ടോ? എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ പ്രദേശത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ മലയിൽ നിന്ന് വന്നിട്ട് നേരെ പാറകളെല്ലാം അവിടെ ഇടിച്ചില്ലേ, പാറകളെല്ലാം അങ്ങോട്ട് പോയി. ഇവിടെ അധികം പാറക്കൂട്ടങ്ങളില്ലല്ലോ, കമ്മിയല്ലേ. അപ്പൊ ഇവിടെ ഞാൻ വന്ന് ഫസ്റ്റ് ഞാൻ ചൂരൽമലയിൽ നിന്ന് വന്ന് ഫസ്റ്റ് ആക്സിഡന്റ് ആയ സമയത്ത് ഇവിടെ ഞാൻ 5 മണിക്ക് എത്തിയിട്ട് പിന്നെ രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ വേണ്ടി 10 മണി വരെ ചൂരൽമലയിൽ നിന്ന് ട്രൈ ചെയ്ത് പറ്റിയില്ല. 10-10:30 വരെ. അങ്ങനെ ഞങ്ങളെ തുർക്കി അവിടുന്ന് ഈ വെള്ളത്തിലൊക്കെ മുങ്ങുന്ന പയ്യന്മാരുണ്ടല്ലോ, അവരും ഞങ്ങളും അതുപോലെ സഹദ് പാർട്ടി CPM-ന്റെ ഒക്കെ അവര് പിന്നെ ആരിസ് ഇങ്ങനെ കുറെ ആൾക്കാർ പുഴയിലൂടെ നടന്നു വന്ന് ഞങ്ങൾ ഇപ്പുറം വന്ന് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ എന്താക്കിയെന്ന് പറഞ്ഞാൽ ഒരു മണിയായപ്പോഴേക്കും ഞങ്ങൾ കയറൊക്കെ ഇട്ട് വലിച്ച് കയറി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ഭാഗത്ത് ആരും എത്തിയിട്ടില്ല. അപ്പോൾ അവിടുന്ന് ബെല്ലടിക്കണ്ടായി, ഫോൺ ബെല്ലടിക്കണ്ടായി. സുദേവന്റെ ഫോൺ ബെല്ലടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്യമ്മന്റെ മോൻ സഹദേവൻ ഉണ്ടായിരുന്നു. അപ്പോൾ സഹദേവൻ പറഞ്ഞു ബെല്ലടിക്കുന്ന നമുക്ക് അവിടെ എത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ വല്യമ്മന്റെ വീട്ടിൽ അവിടെ പോയി ബെല്ലടിക്കണ്ടോ നോക്കി. അതിന്റെ അടിയിലും ഒച്ചയൊന്നും കേൾക്കില്ല. വല്യമ്മനെ വിളിച്ചു നോക്കി, അത് ഒച്ച കേൾക്കുന്നില്ല. പിന്നെ ഇവിടെ വന്ന് ഞാൻ മുണ്ടാണ്ടിരുന്ന് ഒറ്റയ്ക്ക് കരയുന്നു. ആരും ഇല്ലായിരുന്നു. അവിടെ ഒരു തിണ്ടിലിരുന്ന് കരയായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ ഒന്ന് നോക്കി, അവിടെ കുറച്ച് മരങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഒരു കൈ കണ്ടു. അപ്പോൾ ആ കൈ കണ്ടപ്പോൾ എനിക്കൊന്നും കൂടി സങ്കടമായി, ഞങ്ങൾ ആരെയും കാണുന്നു. അപ്പോൾ തുർക്കിയിലെ പയ്യന്മാരെ റോട്ടിൽ കയറിയിട്ട് അവരവിടെ വന്ന് അവിടെ മേലെ പോയൊക്കെ തപ്പുന്നുണ്ടായിരുന്നു. അതിന്റെ അവിടെയും ചില്ലയിൽ പോയി കുടുങ്ങിയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് കാണാണ്ടായപ്പോൾ അപ്പോൾ അവരെ വിളിച്ച് അവരാ ബോഡി അവിടുന്ന് ആ വീട്ടിൽ നിന്ന് തുണികളൊക്കെ എടുത്തിട്ട് നേരെ പിന്നെ അതിൽ പൊതിഞ്ഞ് കെട്ടിയിട്ട് അവർ തിരിച്ച് കൊണ്ടുപോയി പകുതിയിലെത്തുമ്പോഴാണ് മറ്റുള്ളവരൊക്കെ കയറി വരുന്നത്. ആ സമയത്താണ് ഏകദേശം ഒരു 3 മണി സമയം ആയ സമയത്ത് റോപ്പ് അവരിട്ടിട്ട് അവർ കയറാൻ തുടങ്ങിയത്. ആ സമയത്ത് പിന്നെ അമ്മയും ചേട്ടനും ഭാര്യയായിരുന്നു എന്നല്ല പറഞ്ഞല്ലോ. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടേക്കാ? അമ്മയ്ക്ക് 70-72 വയസ്സ് അമ്മയ്ക്കുണ്ടാവും. അമ്മയ്ക്ക് സർജറി പുറത്ത് കഴിഞ്ഞുകൊണ്ട് അമ്മനെ അങ്ങനെ നോക്കുന്ന ഒരു ഏട്ടനാണ്. പിന്നെ അതുപോലെ പിന്നെ മോള് ചേച്ചിയുടെ മോള് വന്നിട്ട് ജനിച്ചേ മുതൽ അവള് എന്താ പറയുക, ചേച്ചിയുടെ മോള് ജനിച്ചേ മുതൽ ഇവിടെ തന്നെയാണ്. കാരണം അമ്മനെ വിട്ടിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ജനിച്ചേ മുതൽ ഇവിടെ തന്നെ ആയതുകൊണ്ട് അവക്ക് അമ്മനെ വിട്ടിട്ട് ഇനി എന്ത് വന്നാലും അമ്മനെ പിടിച്ചും കൊണ്ട് പോവുക. അവർക്ക് എന്തോ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. 1 മണിക്ക് വിംസ് ഹോസ്പിറ്റലിൽ അവരെന്തോ സൗണ്ട് കേട്ടിട്ട് ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ സൗണ്ട് അവിടെ കേട്ടിട്ടുണ്ട്. റിപ്പണിലൊക്കെ സൗണ്ട് കേട്ടിട്ട് മലയിൽ പൊട്ടുന്നതിന്റെ എന്തോ ഒരു സിഗ്നൽ അവിടെ ഹോസ്പിറ്റലിലൊക്കെ ഫുൾ ടൈം ഫ്രീ ആയിട്ട് ആളുണ്ടാകുന്നില്ല. ഈ സൗണ്ട് കേട്ടപ്പോൾ ആ ഭാഗത്ത് എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചിട്ട് കോൾ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് കോള് പോയിട്ടുണ്ട് ഏട്ടനക്ക്. അപ്പോൾ ഇതിന്റെ അകത്ത് പട്ടിയും കൂടി ഉണ്ട്, അതിനകത്ത് അഴിച്ചു വിട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴേക്കും പിന്നെ ഒന്നും കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഇവരെ അമ്മനെ പിടിച്ച് ഇതിൽ കൂടെ, ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്, ഇതിൽ കൂടെ പിടിച്ച് മേലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഗേറ്റും കാര്യങ്ങളും ചുറ്റുമുതലുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ എല്ലാം പോയി. ഇപ്പോൾ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയോ പേടിയോ ഇങ്ങനെ ഉരുൾപൊട്ടുമെന്നോ മലയിറങ്ങി വരുമെന്നൊക്കെ പേടിയുണ്ടായിരുന്നു? ഇതിന് മുമ്പ് ഇതിന് 2 വർഷം മുമ്പ് ഇവിടെ പൊട്ടിയപ്പോഴേ ഈ റോട്ടിലൂടെ ഇച്ചിരി വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ അത്രയും ചെറുപ്പകാലം മുതൽ ഇവിടെ ഉണ്ടായതാണല്ലോ. അപ്പോൾ ഈ വയനാട്ടിലേക്ക് അച്ഛന് അന്ന് മരം മുറിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് കുറെ ആൾക്കാർ ജോലിക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ വന്നിട്ടുള്ളൊരു, ഇവിടെ ആ റോഡില്ലാ കാലത്ത് വന്നിട്ടുള്ളൊരു ആൾക്കാരാണ് തറവാട്. ഈ ഏരിയ മൊത്തം അച്ഛന്റെ ആയിരുന്നു എന്ന് പറയണേ. ഇതെല്ലാം അവർ കൊടുത്തതാണെന്ന്. അപ്പോൾ ഇവിടെയായിരുന്നു ഞങ്ങളുടെ തറവാടുണ്ടായത് ഈ ഭാഗത്ത്. അപ്പോൾ അങ്ങനെ വന്നാണ് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങനെ ഈ ഭാഗത്തേക്ക് ആൾക്കാർ കുറെ അങ്ങനെ വന്നാന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ പിന്നെ അതുപോലെ എന്താ പറയാ, പിന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അവരോട് എത്തിപ്പെട്ടത്. പക്ഷെ ഇപ്പം നമുക്ക്
സങ്കടം തോന്നുന്നു. എന്തിനൂടെ എത്തിപ്പെട്ട് എന്തിന് വന്നു നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. കാരണം അച്ഛൻ 10 വർഷം മുമ്പ് മരിച്ചുപോയി. അപ്പോഴും അച്ഛൻ പറയായിരുന്നു എന്താണെന്നല്ലേ ഇവിടുത്തെ ഈ ഭൂമി സാധ്യത എങ്ങനെയാണ് ഇതൊക്കെ, ഇവിടുന്ന് എന്തായാലും മാറണം എന്ന് അമ്മനോട് പറയും. കാരണം എന്തായാലും മാറണം, ഇവിടെ എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഓരോ വട്ടം ഇത് പൊട്ടി വരലുണ്ട്, ചെറിയ പൊട്ടലുകൾ അവിടെ പൊട്ടാറുണ്ട്. ഈ മലന്റെ ഏറ്റവും ടോപ്പിൽ ഞാൻ ട്രക്കിംഗ് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ ക്ലാസ് എല്ലാം അന്ന് പോയ സമയത്ത് ഞങ്ങൾ ഇതിന്റെ ഇവിടെ വനറാണി കൂടെ കയറും ചെയ്യുക. അതുപോലെ നാഗമല എസ്റ്റേറ്റ് എന്ന് പറയും, ഇതിൽ കൂടെ ഈ സൈഡിൽ കൂടെ കയറി നമുക്ക് ഈ പൊട്ടിയ മലന്റെ മേലെ പോവാം. വെള്ളരിപ്പാറയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു എന്താ പറയുക ഒരു 500 മീറ്റർ ദൂരത്തിലാണ് ആ പൊട്ടിയ ഭാഗം കിടക്കുന്നത്. ഇതിന്റെ ഈ മലന്റെ ടോപ്പ് പോയാൽ അതിന്റെ മേലൊരു വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഈ മഴ പെയ്യുന്ന വെള്ളം മൊത്തം ഈ പാറിന്റെ മേലെ വീണിട്ട് ഈ പാറ ഒരു ചെരുവുമാരാണ്, ഇങ്ങോട്ടുള്ള ചെരുവ. അതിന്റെ ഉള്ളിലേക്കാണ് വെള്ളം ഇറങ്ങുന്നത്. ഈ വെള്ളം തിങ്ങിയ ഒരു ഡാമിന്റെ ഒരു ലുക്കിലാണ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ഈ സാധനം അങ്ങനെ അത് തള്ളുന്നത് മലന്റെ മേൽക്കൂടെയല്ല പോകുന്നത്, ഈ മലന്റെ ഉള്ളിലൂടെയാണ് വെള്ളം ചാടി വരുന്നത്. ഇത് ഒരു ജിയോളജി വകുപ്പോ ഇത് ബന്ധപ്പെട്ടുള്ള അധികാരികളോ ഇത് പഠിക്കാത്തത് കൊണ്ട് ഈ ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് ഒരു എന്താ പറയാ റവന്യൂ വകുപ്പോ ഒരാളെ പോലും അങ്ങോട്ട് വിടാത്തതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കിപ്പോ പണ്ടൊക്കെ നമുക്ക് പോകാൻ പറ്റിയിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോൾ വന്നിട്ട് എന്താ പറഞ്ഞാല് പണ്ടൊക്കെ നമുക്ക് പോകാൻ പറ്റിയിരുന്നു. ഇപ്പോൾ നമുക്ക് അങ്ങനെ റവന്യൂ വകുപ്പ് ആരും നമ്മൾ അങ്ങോട്ട് കടത്തില്ലല്ലോ. അതുകൊണ്ട് ഈ മലനെക്കുറിച്ച് ആർക്കും ഇവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോൾ അധികം അറിയില്ല. അന്ന് നമ്മൾ ഒരു സമയത്ത് പോകാൻ പറ്റുമെന്ന് നമുക്കിനെ അറിയാം. അന്ന് പൊട്ടിയപ്പോഴും നമ്മൾ അവിടെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മല ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ തൂങ്ങി നിൽക്കുന്നതാണ്. ഇപ്പോൾ ഇനി അടുത്ത വർഷം ഇല്ലെങ്കിൽ അതിന്റെ വർഷം കുറച്ച് മരങ്ങളും കൂടി ആകുമ്പോൾ എന്താവെന്ന് പറഞ്ഞാൽ വെള്ളം ഇതേമാതിരി തിങ്ങും. ആ മേലത്തെ ടോപ്പിലെ മല വന്നാൽ പിന്നെ ചൂരൽമല ഒന്നും ഉണ്ടാവില്ല. ഏറ്റവും ടോപ്പ് തൂങ്ങി നിൽക്കണം. അടിഭാഗം മാത്രം പോയിട്ടുള്ളൂ. അടിഭാഗം പോയാൽ മേലെ പിടുത്തല്ലല്ലോ. അപ്പോൾ അതാണ് അത് ഇവര് വല്ല ഡ്രോണോ ഇല്ലെങ്കിൽ മലയിൽ എത്ര മഴ സെന്റിമീറ്റർ പെയ്യുന്നുണ്ടെന്നൊക്കെ വെക്കാനുള്ള സംവിധാനം വെച്ചിട്ട് മാനന്തവാടി പെയ്യുന്നതിന്റെ മഴന്റെ കണക്കല്ല നമുക്ക് അവതരിപ്പിക്കേണ്ടത്. നമുക്ക് ഈ മലയുടെ മുകളിൽ എത്ര മഴ പെയ്യുന്നുണ്ട് ആ കണക്കാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പൊട്ടോ ഇല്ലേ താഴത്ത് അതിന്റെ വെള്ളമുള്ള സ്ഥലത്താണല്ലോ മനുഷ്യൻ ജീവിക്കുള്ളൂ. അപ്പോൾ എവിടെ അരുവിയുണ്ട് അതിന്റെ തൊട്ടടുത്ത മനുഷ്യൻ ജീവിക്കുള്ളൂ. കുന്നുങ്ങറും പുറങ്ങളിൽ പോയി ജീവിക്കാറില്ല, കാരണം വെള്ളം കിട്ടില്ല വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ മനുഷ്യന് സേഫ്റ്റി കൊടുക്കേണ്ടത് സർക്കാരിനെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. കാരണം അടിത്തട്ടിൽ എത്ര വീടുകളുണ്ടെന്ന് അവർ പരിശോധിച്ചിട്ട് അതാത് സമയങ്ങളിൽ ഒരു പോലീസുകാരെ ഒരു വണ്ടിയിലൊരു മൈക്ക് കെട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മാറണമെന്ന് പറഞ്ഞ പോലീസുകാരെ വണ്ടിന്റെ ആ ഒച്ച കേട്ടാൽ തന്നെ ഒരു പക്ഷേ ഈ ഒരു അലാറം ഇട്ടിട്ട് ഒന്ന് ഒരു മൈക്കിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഈ ഗതി ആർക്കും ഉണ്ടാവില്ലായിരുന്നു.